നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. നിരവധി ആൾക്കാർ കർക്കിടക മാസം ആയപ്പോൾ ചോദ്യം തുടങ്ങി. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. തിരുമേനി, ഞാൻ കാനഡയിലാണ്, ഞാൻ അമേരിക്കയിലാണ്, ഞാൻ യു കെയിലാണ്, എനിക്ക് എണീറ്റ് കിടക്കാൻ വയ്യില്ല, എനിക്ക് എങ്ങനെ ബലിയിടാൻ പറ്റും എന്നുള്ളത്. എനിക്ക് ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. എന്താ കാരണം വെച്ചാൽ അവരുടെ മനസ്സിൽ അവർക്ക് ആ പിതൃക്കളോടുള്ള സ്നേഹം അത്ര കേമായിട്ടുണ്ടല്ലോ എന്നൊരു ഭാഗ്യം. അതൊരു വലിയ ഭാഗ്യമാണല്ലോ. അങ്ങനെ പറയാൻ തോന്നുന്നത് തന്നെ. ശരിക്ക് ഈ എന്താ പറയണേ, ബലിയുടെ സമയമാകുമ്പോൾ അശുദ്ധാദികളാവുക, അതുപോലെ വിദേശത്ത് ഒക്കെ ജീവിക്കുക. പക്ഷേ ഇന്ത്യയിലൊട്ടാകെ ബലിയിടാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ബാംഗ്ലൂർ താമസിക്കുന്നവരും മഹാരാഷ്ട്ര താമസിക്കുന്നവർക്കും ഡൽഹി താമസിക്കുന്നവർക്കൊക്കെ ബലിയിടാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് അതിനുള്ളൊരു സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് പൊതുവെ കേൾക്കുന്നത്. ഈ ബലിയിടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിതൃനമസ്കാരം എന്ന് പറയുന്ന ഒരു നമസ്കാരം കൂട്ടുണ്ട് അമ്പലത്തിനകത്ത്. പിതൃനമസ്കാരത്തിന് കൊടുക്കുക. പിതൃനമസ്കാരത്തിന് കൊടുക്കുന്നത് അതിഗംഭീരമാണ്. അതുപോലെ തന്നെ നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക. അത് വളരെ പിതൃക്കളുടെ അനുഗ്രഹത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അമ്പലങ്ങളിലുണ്ട് കാലുകഴിച്ചൂട്ട് പോലത്തെ ചടങ്ങുകൾ. അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് കൊടുക്കാം. പിന്നെ ഈ മുങ്ങി കുളിക്കാനൊന്നും പറ്റാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ രാവിലെ അത്രയും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. നമ്മുടെ തൊട്ടമ്പലത്തിലെ എന്ന് വെച്ചാൽ ബലിയിടാൻ പറ്റാവുന്നവർ ചെയ്യണ കാര്യങ്ങളല്ല ഞാൻ പറയണേ. തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാൽ ഇത് ചെയ്താലും മതിയല്ലോ എന്നൊരു ധാരണയാണ്. അത് വേണ്ട. കാരണം അവർക്കറിയാം ഇദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലാണ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ആചാര്യന് ഒരു 3 വെറ്റ അടക്കയും നാണയവും കൂട്ടിയിട്ടൊരു ദക്ഷിണ, ഒരു ചെറിയ വസ്ത്രം കൂട്ടിയൊരു ദക്ഷിണ കൊടുത്താൽ പോലും എന്താ പറയണേ, ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള ദിവസം. നമുക്കിടെ മുത്തശ്ശന്മാർക്കും ആണല്ലോ. അപ്പോൾ ആചാര്യസമക്ഷം അവർക്കൊരു എന്താ പറയണേ, ദാനം കൊടുക്കുക. ദക്ഷിണ എന്ന് പറയാൻ പറ്റില്ല, ദാനമാണ്. വസ്ത്രദാനം കൊടുത്തിട്ട് നമസ്കരിച്ചാൽ പോലും ഒരു പിതൃക്കളുടെ ആ ദോഷത്തിന് ശക്തി കുറയും, അങ്ങനെ പറയാം. നിയമപരമായി ബലി തന്നെ ഇടുക. ഞാൻ ബലി ഇടാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യമാണ് പറയണേ. നമ്മുടെ ഇപ്പോൾ അമേരിക്കയിലും യു കെയിലും ഉള്ളവർക്ക് നാട്ടിൽ ആരെയെങ്കിലും ഏൽപ്പിച്ച് പിതൃനമസ്കാരത്തിന് ഏൽപ്പിക്കാം. അടച്ച് നമസ്കാരം എന്നൊരു നമസ്കാരമുണ്ട്, അത് കൊടുക്കാം. നമസ്കാര കൂട്ടുകൾക്കെല്ലാം കൊടുക്കാം. അതുപോലെ തന്നെ അവിടുന്ന് വഴിപാടായിട്ട് അവർക്ക് ചീട്ടാക്കാം. അവർക്ക് രാവിലെ കുറച്ച് ഭക്ഷണം വെച്ചിട്ട് അവരുടെ അവിടെ ഏതെങ്കിലും കാക്കകളെ ഇപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല, പക്ഷിമൃഗാദികൾക്ക് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അതുപോലെ ഏജ്ഡായി നിൽക്കുന്ന ആൾക്കാർക്ക് അന്നദാനം നടത്തുക. ഇതൊക്കെ പിതൃമോക്ഷത്തിന് പരിഹാരമായിട്ടല്ലെന്ന് പറയാൻ പറ്റില്ല, പകരം വയ്ക്കാനെന്നും പറയാൻ പറ്റില്ല. ഒരു നിവൃത്തിയില്ലാത്തവർ ചെയ്യേണ്ടതാണ്. പകരം എന്ന് പറഞ്ഞാൽ ആകില്ല. ബലിക്ക് പകരം ബലി തന്നെ പറ്റുള്ളൂ. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ. നിർബന്ധമായും ഏത് ലോകത്താണ് താമസിക്കണമെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയണ തിരുവല്ലം പോലത്തെയോ അല്ലെങ്കിൽ ചേലാമറ്റം പോലെയോ അങ്ങനെ വല്ല വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നമസ്കാരം, പിതൃനമസ്കാരം എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. പിതൃനമസ്കാരമാണ്. ആ പിതൃനമസ്കാരത്തിന് വേണ്ടി നമ്മൾ രസീതാക്കുക, വഴിപാടിന് പൈസ അടയ്ക്കുക അന്നത്തെ ദിവസം. അത് ഗംഭീരമാണ്. അന്ന് തൊഴാൻ നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ തൊഴാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തിരിച്ചു വന്നിട്ട് ബലിയിട്ട് തിരിച്ചു വന്നിട്ട് അല്പം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് നല്ലതാട്ടോ. ബലിയിട്ടിട്ട് വന്നിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് തെറ്റല്ല, ചെയ്യാം, കുറച്ചുകൂടെ നല്ലതാണ്. നിവൃത്തിയില്ലാത്തവർക്ക് എന്ന് വെച്ചാൽ കുളിക്കാനൊന്നും പറ്റാത്തവർക്ക് കാക്കയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കാമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇനി എന്താ പറയണേ, തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർക്ക് ഇതുപോലെ ദാനം കൊടുക്കുക, വസ്ത്രദാനം കൊടുക്കുക, വെറ്റയടക്കം കൂട്ടി, അതും കേമാണ്. അങ്ങനെയുള്ള രീതികളിൽ ഈ പിതൃബലി ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സംശയമൊന്നും വേണ്ട, അങ്ങനെ ചെയ്യാം. അത് ഒരു നിവൃത്തിയില്ല, എനിക്ക് വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആരോഗ്യസ്ഥിതി ഉള്ളവരും, എനിക്ക് നാട്ടിലെത്താൻ പറ്റില്ല, ഉറപ്പായിട്ടും എത്താൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളവരും മാത്രം ചെയ്യുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ പറയുക, ഇപ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട് സിസ്റ്റം പോലെയൊക്കെ, തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദർഭപുല്ലൊന്നും കിട്ടാനില്ല. ദർഭപുല്ലൊക്കെ വിരിച്ചാണ് നമ്മൾ ബലിയിടേണ്ടത് ശരിക്കും, തൂശനയിലേൽ. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ സിസ്റ്റം അനുസരിച്ച് അന്നേ ദിവസം നമ്മൾ ഉണക്കലരിയും വേവിച്ച് എള്ള് വെതറി
അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഒരു തൂശനില ഇട്ടിട്ട് നമ്മൾ പിതൃലോകത്തെ സങ്കല്പിച്ച് തർപ്പിക്കും. തർപ്പണം പോലെ സ്വയം തർപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ ചോറെടുത്തിട്ട് ഒരല്പം വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ കഴുകി അത് ആ ഇലയിലേക്ക് തർപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നും അല്ല. ഇതാണ്, നാരായണനാമം ജപിക്കാം, ഒക്കെ ജപിച്ച് ചെയ്യാം. ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലി തൂവൽ എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. ബലി തൂവുക അതൊരു ഓരോ സംസ്ഥാനത്തെ സങ്കല്പം, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊന്നും വിരോധമില്ല, അതൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം അവനവൻ്റെ തന്നെ മുറ്റത്തിരുന്നുകൊണ്ട് പുറത്തായാലും, ഇപ്പോൾ വിദേശത്തുള്ള, പുറത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വിദേശത്തുള്ളവരെ ഉദ്ദേശിച്ച്, അങ്ങനെയുള്ളവർക്ക് ബലി തൂവുക. നമുക്ക് പിണ്ടമായിട്ട് ഉരുട്ടിയിട്ട് എന്താ പറയണേ, എൻ്റെ പിതൃക്കൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ അത് എന്താ പറയണേ, അത് ബലിയായിട്ട് വെക്കാം. ഒരു പിണ്ണം ഉരുട്ടി വെക്കാം. ഇതിനൊന്നും ഒരു വലിയ മന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ആത്മസമർപ്പണമാണ് പിതൃബലിക്ക് ഏറ്റവും അവസ്ഥ. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം നമ്മളിപ്പം അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, അവർക്ക് ഭക്ഷണം വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ 16 കൂട്ടിയൊന്നുമല്ല ഭക്ഷണം കൊടുക്കണം. ഉള്ളതിൻ്റെ ഓഹരി അങ്ങനെയല്ലേ. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പിണ്ണം ഉരുട്ടി വെച്ചിട്ട് നമ്മൾ പിതൃനമസ്കാരം പറഞ്ഞ് പിതൃക്കളെ അനുഗ്രഹിച്ചാൽ, പ്രാർത്ഥിച്ചാൽ പോലും അത് മതി എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ട്? അവർക്ക് അത്ര പോലും എന്ന് വെച്ചാൽ എന്തായി പറയണേന്ന് വെച്ചാൽ അത് ഒരു രീതിയിലും മുടങ്ങരുത് എന്നുള്ളതാണ്. ഈ വാവുബലിയുടെ കർമ്മങ്ങൾക്ക് ഒരു രീതിയിലും മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ബലി തൂവുന്ന ചടങ്ങുണ്ട്. ബലി നമ്മൾ തന്നെ പിണ്ണം വെക്കാവുന്ന, നമ്മൾ തന്നെ ഉരുട്ടിയൊരു നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളിങ്ങനെ ഉരുട്ടി വെക്കണം. അതേപോലെ നമ്മൾ വെച്ചിട്ട് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി, പോലും അതിൻ്റെ അനുഗ്രഹം കിട്ടും. കാരണം അതൊരു ആചാര്യന്മാരില്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ എന്താ പറയുക, കഴിഞ്ഞ 2 വീഡിയോ പറഞ്ഞെങ്കിലും ഈ വീഡിയോയിൽ ഒരു കാര്യവും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. സാധാരണഗതിക്ക് ഈ ബലി ഇട്ടതിന് ശേഷം ഏറ്റവും പഴയ കാരണവന്മാർക്ക് ബലി ഇട്ടതിന് ശേഷം നമ്മൾ പണ്ട് ചാത്തമൂട്ടി ബലിയൊക്കെ ഉണ്ടെന്ന കാലഘട്ടമുണ്ട്. ഇപ്പോൾ ചാത്തമൂട്ടിയൊക്കെ ബലി ഇടുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. ഇപ്പം ചാത്തകൂട്ടി ബലിയൊക്കെ പലപ്പോഴും ഇല്ല, പല അപൂർവം കുടുംബങ്ങളിൽ മാത്രമാണ് ചാത്തകൂട്ടി ബലി. അപ്പം നിങ്ങൾ ബലിയിടലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിർബന്ധമായി ആരോഗ്യം അനുവദിക്കുമെങ്കിൽ സ്ത്രീകൾ കിഴക്കോട്ടും പുരുഷന്മാർ തെക്കോട്ടും ദിക്ക് നോക്കിയിട്ട് എൻ്റെ സമസ്ത പിതൃക്കൾക്ക് നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരമുണ്ട്. കാരണം പണ്ടൊക്കെ ബലി അകത്താണ് ബലിയിടുക. ബലി ഇങ്ങനെ 4 കെട്ടിലൊക്കെ ബലിയൊക്കെ ഇട്ട് ബലിയെല്ലാം ഇടയിൽ കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയണേ, ഈ വീടിൻ്റെ പുറത്ത് ഇത് ചാണകം പിടിച്ച തറയിൽ ഈ ബലി ഇട്ടതെല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് കൈകൊട്ടി കാക്കയെ വിളിച്ചിട്ട് കാക്കയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് പവിത്രം മൂരിക്കളഞ്ഞിട്ട് നമസ്കരിക്കുക, പിതൃനമസ്കാരം. അപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഓർക്കാറുണ്ട്, നമസ്കരിക്കാറായിട്ടോ. അപ്പം നമുക്കൊന്നൊന്ന് ബലിയിടണ്ട, നമസ്കരിക്കാൻ വരും. അന്ന് നമസ്കരിക്കാനായിട്ട് വരണം, അത് നിർബന്ധം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കരിക്കുകയെങ്കിലും ചെയ്യുക എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ബലി ഇടുന്നവരെല്ലാവരും, ബലികർമ്മങ്ങൾ ചെയ്യുന്നവരും, പിതൃനമസ്കാരത്തിന് കൊടുക്കുന്നവരും, ബലിച്ചോറ് തൂവുന്നവരും, നമ്മൾ സ്വന്തമായി ബലിയെടുത്ത് വെക്കുന്നവരും, അല്ലെങ്കിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ആരൊക്കെ ആയിക്കോട്ടെ, പറ്റാവുന്ന ആൾക്കാരെല്ലാം സ്ത്രീകൾ കിഴക്കോട്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യമാണ്, മറ്റൊരു മാസമല്ല. ഒന്ന് മുട്ടുകുത്തി ഒന്ന് നമസ്കരിക്കുക. ഒരുപാട് ചെളിക്കകത്താണ് നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ കുനിഞ്ഞ് നിന്നിട്ട് ആ മണ്ണിനെ തൊട്ടിട്ടെങ്കിലും നമസ്കാരം എന്നൊന്ന് പറയുക, എൻ്റെ പിതൃക്കൾക്ക് നമസ്കാരം. അത്രയെങ്കിലും നമ്മളൊന്ന് ചെയ്യുക. കാരണം അവരെ ഒന്ന് നമസ്കരിക്കുക. അതും കൂടെ ചെയ്യണം. അതും കൂടെ ചെയ്യുമ്പോഴേ അത് പൂർത്തിയാവുള്ളൂ ഞാൻ പറയണേ. കാരണം ശീലങ്ങൾ, ആചാരങ്ങൾ നമ്മളിൽ നിന്ന് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും ആചരണങ്ങൾ നമ്മളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നത്? അപ്പോൾ ആ ആചരണങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഓരോ വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും ചെയ്യാം. അപ്പോൾ വിദേശത്തുള്ളൊരു സങ്കടപ്പെടേണ്ടാവും. വിദേശത്തുള്ളവർക്ക് സ്വന്തമായി ഒരല്പം ചോറുണ്ടാക്കി എള്ളും കുഴച്ചിട്ട് ഒരു തൂശനില കിഴക്കോട്ട് തെക്കോട്ടോ വെച്ചിട്ട് പിതൃക്കൾക്ക് ഒരു ബലി കൊടുത്തിട്ട് നമസ്കരിച്ച് തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് നമസ്കാരം കഴിച്ച് അവസാനിപ്പിക്കാം. പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാം. അനാഥാലയം, വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും ഭക്ഷണം കൊടുക്കാം. അമ്പലത്തിൽ പിതൃനമസ്കാരത്തിൽ ഏൽപ്പിക്കാം. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പറ്റാവുന്നവർ ചെയ്യണം. എങ്ങനെയായാലും നേരിട്ടോ അല്ലാതെയോ ഓരോ വ്യക്തികളും
വാവുബലിക്ക് നമ്മുടെ പങ്കാളികളാവുക. വാവുബലിക്ക് നമ്മുടെ ആ ഒരു പങ്ക് ഉറപ്പാക്കുക. അത് നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തിരിക്കണം. അങ്ങനെ പുണ്യമായ ആത്മാക്കളുടെ പുണ്യശക്തി കൊണ്ട് പുണ്യമായൊരു ജീവിതം നമ്മൾക്കും പരമ്പരയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നടക്കട്ടെ. നമസ്കാരം.